ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ബോളറാണ് മൊഹസിൻ ഖാൻ. ഒരു 6 ഫീറ്റ് ഹൈറ്റുള്ള ഒരു ബോളറാണ്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം കൊൽക്കത്തയ്ക്കെതിരെ 5 വിക്കറ്റ് എടുത്തു IPL. അതായത് 4 ഓവറിൽ 5 വിക്കറ്റ് എടുത്തു. സോ വലിയൊരു അച്ചീവ്മെൻ്റാണ്. ആ സമയത്ത് ആ മാച്ച് കണ്ട വ്യക്തികൾക്കറിയാം മൊഹസിൻ ഖാൻ്റെ തല നിറച്ച് മുടിയായിരുന്നു. പക്ഷേ ആ ഒരു മൊഹസിൻ ഖാൻ ആയിരുന്നില്ല 5 മാസം മുന്നേ. ഞാൻ മൊഹസിൻ ഖാനിൻ്റെ ജസ്റ്റ് പഴയ ഫോട്ടോസ് ഒന്ന് കാണിക്കാം. സീ ദിസ്. അതായത് എന്തുകൊണ്ടാണ് ഇത് ഡിഫിക്കൽട്ട് ആവുന്നത് വെച്ചാൽ, ഒന്ന് കർലി ഹെയർ ആണ്, ഓക്കെ. സെക്കൻഡറി ഇദ്ദേഹത്തിന് ഫുൾ കഷണ്ടി അല്ല. ഇതാണ് ടഫ് ഡോക്ടേഴ്സിന്. കാരണം ഫുൾ കഷണ്ടി അല്ല, ഓൾറെഡി മുടികളുണ്ട്. ഇപ്പോഴുള്ള മുടിക്ക് ഡാമേജ് ആകാൻ പാടില്ല, അതിൻ്റെ അകത്ത് ഫില്ലിങ് ചെയ്യുകയും വേണം. കാരണം ഇതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഡോക്ടറോട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് ഡാമേജ് ആയിപ്പോവും, വെച്ചത് വളരില്ല. പക്ഷേ ഇത് ചെയ്തിരിക്കുന്ന വെരി സ്കിൽഫുൾ രീതിയിലാണ്. നോർമൽ ഹെയർ ലൈൻ തന്നെ കൊടുത്തും ഹെയർ ലൈൻ ഇറക്കിയില്ല, കയറ്റിയില്ല. നോർമലി ഇല്ല, ഹെയർ ലൈൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ റിസൾട്ടിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. സോ ഇതൊരു സ്കിൽഫുൾ കേസാണ്. ആൻഡ് അദ്ദേഹം സർജറി ചെയ്ത ഫോട്ടോസ് ഞാൻ കാണിക്കാം, ഓക്കെ. അതായത് ഫില്ലിങ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഫ്രണ്ട് മുതൽ ക്രൗൺ വരെ എവിടെയൊക്കെ ഹെയർ ഇല്ല, കഷണ്ടി ബാധിച്ചിന് ആ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഇദ്ദേഹമൊക്കെ നല്ല വെയിലത്ത് കളിക്കുന്ന ആൾക്കാരാണ്. IPL ആണെങ്കിലും നൈറ്റാണ്, പക്ഷേ ബാക്കിയുള്ള കളികൾ ഈ രഞ്ജി ട്രോഫി ഇതൊക്കെ ഭയങ്കര ഹെവി ആയിട്ടുള്ള സൺലൈറ്റ് കളിക്കുന്നതാണ്. അതേപോലെ നല്ല രീതിയിലെ കെമിക്കൽസൊക്കെ അവർ തലയിൽ ഉപയോഗിക്കും, എക്സ്പോഷർ ചെയ്യും. എന്നിട്ടും 5 മാസമാകുമ്പോൾ അദ്ദേഹത്തിന് റിസൾട്ട് എങ്ങനെ വന്നു എന്ന് ഞാൻ കാണിക്കാം. സീ ദ റിസൾട്ട്. ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ട്. ആക്ച്വലി 5 മാസം എന്നുള്ളത് ഹെയർ ട്രാൻസ്പ്ലാന്റ് സംബന്ധിച്ചിടത്തോളം ഹണിമൂൺ പീരീഡ് എന്ന് പറയാം. കാരണം ജസ്റ്റ് ഹെയർ വരുന്ന ഒരു ടൈം മാത്രമാണ്. ആക്ച്വലി 5 മാസം കൊണ്ട് വരുന്നത് ഒരു 30 to 40% റിസൾട്ടാണ്. ഈ ഒരു ട്രാൻസ്പ്ലാന്റ് ഫുൾ റിസൾട്ട് വരുന്നത് 1 year ആണ്. അപ്പോൾ 1 year ആകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ നമുക്ക് നോക്കാം. അടുത്ത IPL ആകുമ്പോൾ ഈ മൊഹസിൻ ഖാൻ്റെ ഹെയർ എങ്ങനെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം.